തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പിണറായി വിജയൻ NSSനെയും SNDPയെയും കൂടെ കൂട്ടിയതോടെ അങ്കലാപ്പിലായ കോൺഗ്രസ് നേതൃത്വം സമവായ ചർച്ചകൾക്ക് ഒരുങ്ങുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിന് NSS പ്രഖ്യാപിച്ച പിന്തുണയോടെ പമ്പയിൽ വെള്ളാപ്പള്ളിയോടൊപ്പം കാറിൽ വന്നിറങ്ങിയ പിണറായി തുറന്നിട്ടത് പുതിയ സാമുദായിക സമവാക്യങ്ങളാണ്. ഹിന്ദു വോട്ടുകൾ കോൺഗ്രസിന് വേണ്ടെന്നാണ് തോന്നുന്നതെന്ന NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെ പ്രസ്താവനയും VD സതീശൻ ധിക്കാരിയാണെന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ അഭിപ്രായവും നൽകുന്നത് കടുത്ത കോൺഗ്രസ് വിരോധം. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിച്ചാൽ വൻ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലാണ് UDF നേതൃത്വവും. ആഗോള അയ്യപ്പ സംഗമമാണ് NSSന്റെയും SNDPയുടെയും LDFനോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്താൻ ഒരു കാരണമായത്. തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് NSS സ്വീകരിച്ചിരുന്ന സമദൂര നിലപാടിനാണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത്. LDF സർക്കാരിനെ പ്രശംസിക്കുകയും കോൺഗ്രസിനെ പരസ്യമായി വിമർശിക്കുകയും ചെയ്തതോടെ സമദൂരത്തിൽ നിന്നും മാറുകയാണെന്ന സന്ദേശം സുകുമാരൻ നായർ നൽകി കഴിഞ്ഞു. ശബരിമല വിഷയത്തിൽ സർക്കാർ തെറ്റുതിരുത്തുമ്പോൾ അവരുമായി സഹകരിക്കേണ്ടതുണ്ടെന്നും പിണറായി സർക്കാർ മതേതര സർക്കാരാണെന്നും സുകുമാരൻ നായർ പറയുമ്പോൾ വ്യക്തമായ പിന്തുണ നൽകുമെന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. പിണറായി സർക്കാരുമായി ഇടഞ്ഞു നിന്ന NSSനെ സർക്കാരുമായി അടുപ്പിച്ചതിനു പിന്നിൽ മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നയതന്ത്രം ഉണ്ടെന്നും വിലയിരുത്തലുണ്ട്. അവിശ്വാസികൾ അയ്യപ്പ സംഗമം നടത്തുന്നുവെന്ന BJPയുടെ ആരോപണം തള്ളിക്കൊണ്ടാണ് NSS നിലപാട് വ്യക്തമാക്കിയത്. ഭൂരിപക്ഷ പ്രീണനമെന്ന UDFന്റെ ആരോപണത്തെയും NSS ഗൗനിച്ചില്ല. ആചാരലംഘനം ഉണ്ടാവില്ലെന്ന് ദേവസ്വം മന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും സർക്കാരിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും NSS വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കാൽവഴുതി വീണ് ചികിത്സയിലായിരുന്ന സുകുമാരൻ നായരെ ആശുപത്രിയിൽ നേരിട്ടെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ടതോടെയാണ് മഞ്ഞുരുകൽ തുടങ്ങിയത്. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട എല്ലാ കൂടിയാലോചനകളിലും NSSനെ സർക്കാർ ഭാഗമാക്കിയിരുന്നു. അങ്ങനെയാണ് ശബരിമല പ്രക്ഷോഭം മുതലുള്ള സർക്കാർ വിരുദ്ധ നിലപാടിൽ നിന്ന് NSS പിന്മാറാൻ തുടങ്ങിയത്. പാർട്ടിയിൽ നിന്നകന്ന വലിയൊരു വിഭാഗം ഈഴവ വോട്ടുകൾ മടക്കിക്കൊണ്ടുവരികയെന്ന ലക്ഷ്യത്തോടെ CPM നടത്തിയ തന്ത്രപൂർവ്വമുള്ള നീക്കമാണിപ്പോൾ വിജയം കാണുന്നത്. കഴിഞ്ഞ ഏപ്രിലിൽ വെള്ളാപ്പള്ളി നടേശൻ ചേർത്തലയിൽ സംഘടിപ്പിച്ച മഹാസംഗമം ഉദ്ഘാടനം ചെയ്യാനെത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. വെള്ളാപ്പള്ളി നിലമ്പൂരിൽ നടത്തിയ പ്രസംഗം വർഗീയ ചേരിതിരിവുണ്ടാക്കുന്നതും വിദ്വേഷം പരത്തുന്നതുമാണെന്ന UDF നേതാക്കളുടെ ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. സംഗമത്തിൽ വെള്ളാപ്പള്ളി നടേശൻ തികഞ്ഞ മതേതരവാദിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതോടെ CPMന്റെ നയം വ്യക്തമാവുകയായിരുന്നു. CPM ജനറൽ സെക്രട്ടറി MA ബേബിയെയും തള്ളിയാണ് പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ ചേർത്തു പിടിച്ചത്. തരം കിട്ടുമ്പോഴെല്ലാം കോൺഗ്രസിനെയും പ്രതിപക്ഷ നേതാവ് VD സതീശനെയും വിമർശിക്കുന്ന സമീപനമാണ് വെള്ളാപ്പള്ളി കൈക്കൊള്ളുന്നത്. കോൺഗ്രസ് ചത്ത കുതിരയാണെന്നും മുഖ്യമന്ത്രിയാകാൻ നടക്കുന്നവർ മാത്രമാണ് കോൺഗ്രസിലുള്ളതെന്നും വെള്ളാപ്പള്ളി വിമർശിച്ചിരുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് കൃത്യമായ ഭൂരിപക്ഷം ലഭിക്കുമെന്നും വെള്ളാപ്പള്ളി ആവർത്തിക്കുന്നു. ത്രികോണ മത്സരത്തിന്റെ ഗുണം കൃത്യമായി LDFന് കിട്ടും. ഭൂരിപക്ഷ വോട്ടുകൾ പിടിച്ചു നിർത്തുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. VD സതീശന്റെ ഗ്രാഫ് കുത്തനെ താഴ്ന്നു. ധിക്കാരിയായ നേതാവായി VD സതീശൻ മാറിയെന്നും വെള്ളാപ്പള്ളി നടേശൻ കുറ്റപ്പെടുത്തിയിരുന്നു.